AI ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അഡോബ് ഫോട്ടോഷോപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിരുന്ന പല കാര്യങ്ങളും AI ഇൻ്റഗ്രേറ്റ് ചെയ്തതുകൊണ്ട് വളരെ ക്വിക്കായിട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത്, സബ്ജക്റ്റ് സെലക്ഷൻസ്, പുതിയൊരു ഒബ്ജക്റ്റ് കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്യാൻ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ, അങ്ങനെ അനേകം ഫീച്ചേഴ്സ് AIയുടെ സഹായത്തോടെ അഡോബ് ഫോട്ടോഷോപ്പിൽ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് പലപ്പോഴും സബ്ജക്റ്റ് സെലക്ഷനൊക്കെ ഇപ്പോൾ വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഇവിടെ തന്നെ നമുക്ക് സെലക്ട് സബ്ജക്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സെലക്ട് സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്വിക്കായിട്ട് ഇത് തന്നെ AIയിൽ they are selecting the subject in the background. അപ്പോൾ സബ്ജക്റ്റ് സെലക്ഷൻ ഈസി ആയിട്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കത് മാസ്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഞാനിതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. റിസൾട്ടും അത്യാവശ്യം അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മാസ്ക് ചെയ്ത് നോക്കാം എത്രത്തോളം അക്യുറേറ്റ് ആയിട്ടുണ്ടെന്ന്. അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നുള്ളത് കിട്ടുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഒന്നാമത് ഇതിൽ വന്നിട്ടുള്ള മാറ്റം. ഓക്കെ, നമുക്ക് സബ്ജക്റ്റ് സെലക്ഷനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമ്മൾ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഈസി ആയിട്ട് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഒറ്റ ക്ലിക്ക് കൊടുത്തു. ഇനി നമുക്ക് അവർ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരുന്നുണ്ട്. നമുക്കതൊന്നുകൂടി നോക്കി വെക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ പലപ്പോഴും ഈസി ആവാൻ വേണ്ടിയിട്ട് ക്യാൻവ ഉപയോഗിച്ചിരുന്നു. ക്യാൻവയിലൊക്കെ ഒറ്റ ക്ലിക്കിലായിരുന്നു നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരുന്നുണ്ട്. ആ ഒരു ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അഡോബ് ഫോട്ടോഷോപ്പിൽ നമ്മൾക്ക് AI ഇൻ്റഗ്രേറ്റ് ചെയ്തത് വഴി ലഭിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് മാസ്ക് ചെയ്ത് അതേ രീതിയിൽ തന്നെ അത്യാവശ്യം അക്യുറേറ്റ് ആയിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടും റിമൂവ് ചെയ്ത് തരുന്നുണ്ട്. അതാണ് രണ്ടാമത് ഇതിൽ വന്നൊരു മാറ്റം. അടുത്ത ഇതിലുള്ളൊരു ഫംഗ്ഷനാണ്, നമുക്ക് പല ഒബ്ജക്റ്റുകളും AIൻ്റെ സഹായത്തോടു കൂടി മാറ്റം വരുത്താൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മൾക്ക് ഇവരുടെ ഗ്ലാസ് മാറ്റണം, അല്ലെങ്കിൽ ഹെയറിൻ്റെ സ്റ്റൈല് മാറ്റണം, കളറ് മാറ്റണം, ഡ്രസ് കോഡ് മാറ്റണം. ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ എവിടെയാണോ മാറ്റം വരുത്തേണ്ടത് ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജനറേറ്റീവ് ഫില്ല് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഗ്ലാസിൻ്റെ നിറം മാറ്റാൻ പറ്റും. ഇനി ഗ്ലാസ്സിൽ എന്തെങ്കിലും റിഫ്ലക്ഷൻസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ സാധിക്കും. ഇനി ആ ഗ്ലാസ് റിമൂവ് ചെയ്യണമെങ്കിൽ അതും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താവശ്യവും നമ്മൾ ജെമിനിയിലും ചാറ്റ്ജിപിടിയിലും പ്രോംപ്റ്റ് കൊടുത്ത് ചെയ്തിരുന്ന അതേ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് അഡോബ് ഫോട്ടോഷോപ്പിലും ചെയ്യാൻ പറ്റും. നമ്മൾ മുമ്പ് ഓരോ കാര്യങ്ങളും മാനുവലായിട്ടാണ് ചെയ്തിരുന്നത്. ഇനി അതിൻ്റെ ഒന്നും നമുക്ക് എന്തെയില്ല, ആവശ്യമില്ല. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ, ഇതിൽ വേറൊരു കാര്യം കൂടി, ഇവിടെ നമുക്ക് പല മോഡുകളും തിരഞ്ഞെടുക്കാൻ സാധിക്കും. ജെമിനിയുടെ നാനോ ബനാന അടക്കം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ മോഡ് ഏതാണ് അതനുസരിച്ചാണ് നമുക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. അപ്പോൾ നമുക്കിവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യുക, അത് ഇവിടെ ജനറേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം. ഇനി നമുക്ക് റിമൂവ് ചെയ്യണം, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ അതിലും നമ്മൾക്ക് ഇവിടെ റിമൂവ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിലുള്ള മറ്റൊരു ഫീച്ചർ. ഇനി ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് തോന്നി ദിസ് ഡ്രസ് ഈസ് നോട്ട് ഗുഡ്. അപ്പോൾ നമ്മൾ ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ജനറേറ്റീവ് ഫില്ല് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ചേഞ്ച് ദ കളർ of the dress into black, into ബ്ലൂവിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് റിസൾട്ട് ഒന്ന് നോക്കി നോക്കാം. നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ റിസൾട്ടിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇതൊരു പെൺകുട്ടികളുടെ ഡ്രസ്സാണ് ഇവർക്ക് വന്നിട്ടുള്ളത്. ബട്ട് ദേ അണ്ടർസ്റ്റാൻഡ് സംതിങ്. ഇതിലെന്താ വെച്ചാൽ നമ്മുടെ പ്രോംപ്റ്റിങ് സിമ്പിൾ ആയതുകൊണ്ടാണ്. ഇനി ഇവിടെ തന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്കിവിടെ വേരിയേഷൻസ് ഒരുപാട് അത് റിലേറ്റഡ് ആയിട്ടുള്ള പല ഓപ്ഷൻസും നമ്മൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വി ഗോട്ട് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റിസൾട്ട്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഫയർഫ്ലൈൻ്റെ 2024 വേർഷനാണ്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ അല്ല. ചിലപ്പോൾ നാനോ ബനാനോ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ അക്യുറേറ്റ് ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അതാണ് ഇതിൽ വന്നിട്ടുള്ള മറ്റൊരു മാറ്റം. ഇനി ഇതിൽ വന്നിട്ടുള്ള മറ്റൊരു ഫീച്ചർ കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പലപ്പോഴും ലോ ക്വാളിറ്റി ഇമേജുകളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഇമേജിനെ നമുക്ക് ഹൈ ക്വാളിറ്റി ഇമേജിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒരു ലോ ക്വാളിറ്റിയിലുള്ള ഒരു ഇമേജ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മൾ ഇമേജിൽ പോവുക, ജനറേറ്റീവ് അപ്സ്കെയിൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്.
ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ലെവലിലേക്കാണ് ഇതിനെ മാറ്റേണ്ടത്, അതേപോലെ തന്നെ ഇവിടെയും നമ്മൾക്ക് വ്യത്യസ്ത മോഡുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതൊക്കെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ മോഡൽ ഏതാണോ അതനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ 2x ഉള്ളത് 4xലേക്ക് മാറ്റി അപ്പ് സ്കെയിൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു. വി ഹാവ് എൻ എൻകൗണ്ടർഡ് ഇഷ്യൂ. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം. ചെറിയൊരു വിഷയമുണ്ട്. ഒന്നുകൂടെ നമ്മൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഇമേജിൽ പോയി ജനറേറ്റ് അപ്പ് സ്കെയിൽ കൊടുത്തു, 2x ഉള്ളത് 4x കൊടുത്തു. ഇവിടെ ഡയമെൻഷൻ മാറി, അപ്പ് സ്കെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. നമുക്ക് റിസൾട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ആ റിസൾട്ടിന് നമ്മൾ അപ്പ് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ കൊടുത്തിരുന്നത് വളരെ ലോ ക്വാളിറ്റിയിലുള്ളൊരു ഇമേജ് ആയിരുന്നു. ഇത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കൊടുത്ത ഇമേജ് അത്രത്തോളം അക്യുറേറ്റ് അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതും ശരിക്കും നമ്മുടെ ഇമേജുകളൊക്കെ അപ്പ് സ്കെയിൽ ചെയ്യാൻ നമ്മൾക്ക് അഡോബ് ഫോട്ടോഷോപ്പിലൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. നമ്മൾ അടുത്തൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇവിടെ 2 ഇമേജുകൾ ഞാൻ ഇവിടെ കൊടുന്നു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഒരു റൂമും മറ്റേത് ജസ്റ്റ് ഒരു സിമ്പിൾ ചെയറും. ഇനി നമ്മൾ ഈ ഒരു ചെയറിനെ നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം. അപ്പോൾ അതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, ശേഷം സെലക്ഷൻ ടൂൾ ഒഴിവാക്കി ഇവിടെ ക്ലിക്ക് ചെയ്തു, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. പണ്ട് നമ്മൾ എത്ര റിസ്ക് എടുത്തിരുന്ന ചെയ്തിരുന്ന പല കാര്യങ്ങളും നൗ ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നമ്മൾക്ക് എന്ത് ചെയ്തു, ചെയർ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെന്നു. ഇനി നമ്മൾ ഇതിനൊന്ന് പ്ലേസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ ബാക്കിയുള്ള ഒബ്ജക്റ്റിനനുസരിച്ച് ചെറുതായിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനിയാണ് നമ്മളത് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഇത്തരത്തിലൊരു സാധനം മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടു വരുമ്പോൾ അവിടെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഒന്ന് നമുക്ക് കൃത്യമായിട്ട് ഷാഡോ കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതേപോലെ തന്നെ ഇതിൻ്റെ കളറിങ്ങിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒബ്ജക്റ്റിന് കളർ കൂടുതലായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കുറഞ്ഞ കളറായിരിക്കും. അത്തരത്തിലുള്ള സിറ്റുവേഷനിലൊക്കെ ഇനി നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. ഇനി നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ കൊടുന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഹാർമോണൈസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അവർ തന്നെ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ കളറ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിന് ഷാഡോ ഒക്കെ കൊടുത്തിട്ട് എല്ലാം കൊടുത്തിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് അവർ ഫിറ്റ് ചെയ്യണം. നമുക്കതിൻ്റെ റിസൾട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ തന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് മുമ്പ് പറഞ്ഞതാണ്, ഇവിടെ നമുക്ക് വാരിയേഷൻസ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യത്യസ്ത 3 എക്സാമ്പിൾ തരും. അപ്പോൾ നമ്മൾക്ക് ഏതാണോ ഏറ്റവും ഫിറ്റായിട്ടുള്ളത് അത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കൊടുന്ന് വെച്ചപ്പോൾ ഇതിന് ഷാഡോ ഒന്നുമില്ല, അത് അത്ര പ്ലേസ് ആയിട്ടില്ല. നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കാം. അപ്പോൾ അവർ സെറ്റ് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതായത് എത്രത്തോളം അക്യുറേറ്റ് ആയിട്ടാണ് അവരവിടെ പ്ലേസ് ചെയ്തെന്ന് നോക്കാണ്. ഇതിന് നിഴലടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുന്നു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ തന്നെ നമ്മൾക്ക് ഇവിടെ നേരത്തെ കൊടുന്ന ഇവിടെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിതിൽ ഏറ്റവും യോജിക്കുന്നത് ഏതാണ് അത് നമുക്ക് തിരഞ്ഞെടുക്കാം. അതിൻ്റെ നിഴലിൽ ചെറിയ മാറ്റങ്ങളുണ്ട് ഓരോന്നിലും. അപ്പോൾ നമുക്കിതിൽ ഏതാണോ ഏറ്റവും ഫിറ്റ് എന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്ത ഒരു AI അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ ഇതിൽ വന്ന മറ്റൊരു മാറ്റം കൂടിയാണ് അടുത്തതായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. പണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റുകൾ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗൂഗിളിലോ മറ്റോടത്തോ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇവിടെ പ്രോംപ്റ്റ് കൊടുത്താൽ മതി, ജനറേറ്റീവ് ഫില്ലിൻ്റെ അവിടെ. അപ്പോൾ ഞാൻ ആഡ് എ ക്യാറ്റ് ഹിയർ, ഇവിടെ ഒരു ക്യാറ്റിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ശേഷം ജനറേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു. സോ ദേ ആർ നൗ ആഡിങ് എ ക്യാറ്റ് ദെയർ. ഇവിടെ മറ്റൊരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഒരു 3 ഓപ്ഷൻസ് തരും. ഇവിടെ ദേ ആർ ജനറേറ്റിംഗ് 3 ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് ഏറ്റവും മാച്ച് ആയിട്ടുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ സാധിക്കും. നമുക്കിതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കി നോക്കാം. നമ്മൾക്കിപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എത്രത്തോളം അക്യുറേറ്റ് ആണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇവിടെ ചെറിയൊരു മിസ്സിങ് വന്നിട്ടുണ്ടല്ലോ, ഈ ഒരു കളർ പോയിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഫിറ്റ് ചെയ്തത് ശരിയായിട്ടുണ്ട്. ഇനി അടുത്തൊരു ഓപ്ഷൻ, ഇതിലും ക്യാറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ദിസ് വൺ നൈസ്. ഇതിലൊക്കെ ഞാൻ നേരത്തെ പറയുന്നതാണ്, ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മോഡ് എന്ന് പറഞ്ഞത് ഈ ഫയർഫ്ലൈൻ്റെയാണ്. വളരെ ഓൾഡ് ആയിട്ടുള്ള വേർഷനാണ്. ലേറ്റസ്റ്റ് വേർഷൻ നാനോ ബനാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഉപയോഗിക്കുന്നതിൽ ലിമിറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഉള്ളത്. ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത കാര്യം ഒന്നുകൂടി ഇവിടെ കൂടി ഒന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു കുട്ടീനെ ഈ ഒരു ബീച്ചിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നതോ ഇതിൻ്റെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ആർ ഗോയിങ് ടു ഗെറ്റ് ദ റിസൾട്ട്. അതായത് പണ്ട് നമ്മൾ
എത്ര റിസ്ക് എടുത്തിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഒക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ അതൊക്കെ ഈസി ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു സൈസ്, ഈ ഒരു പിക്ചറിലേക്ക് വേണ്ട സൈസ് അഡ്ജസ്റ്റ് ചെയ്തു, ഓക്കെ കൊടുത്തു. ശേഷം നമ്മൾ വീണ്ടും ഹാർമോണൈസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു. നമുക്ക് എത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കിയേക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ വേരിയേഷൻസ് ഉണ്ട്. നമ്മൾക്ക് ഏതാണ് ഏറ്റവും ഫിറ്റായത് എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മൾ കൊടുത്തതിന് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കുട്ടിയുടെയും ആ ലൈറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒക്കെ യോജിച്ച രീതിയിൽ അതിൻ്റെ സ്കിൻ ടോൺ അഡ്ജസ്റ്റ് ചെയ്ത് നേലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അടുത്തത് നമ്മൾ നോക്കുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് നമുക്ക് എറേസർ ടൂൾ ഉപയോഗിക്കുമ്പോഴും ഇപ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രേഷൻ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതിന് നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ റിമൂവർ ടൂൾ തിരഞ്ഞെടുത്തു. ശേഷം നമ്മളിവിടെ ജനറേറ്റീവ് AI എന്നുള്ള ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ഓക്കെ, പിന്നെ അവിടെയൊക്കെ നമുക്കെന്ന് വെച്ചാൽ ഇതിൻ്റെ മൂഡുകൾ തിരഞ്ഞെടുക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെയാണ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് റാൻഡമായിട്ട് ഇതിനൊന്ന് ഇങ്ങനെ ഒന്ന് ഡ്രോ ചെയ്തു. നമുക്ക് എത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം. ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കി നോക്കാം. ദേ ആർ റിമൂവിങ് ദിസ് ഒബ്ജക്റ്റ് ഫ്രം ദിസ് ഇമേജ്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ദ റിസൾട്ട്. അപ്പോൾ നമ്മൾക്ക് ഏകദേശം അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സീ ദിസ് വൺ നൈസ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ താഴെ പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.